As a renowned pianist, composer, and singer from Kerala, Stephen Devasi has performed on stages worldwide, enthralling audiences with his incredible talent. Founder of Music Lounge, an audio technology school and studio in Chennai, he has arranged music for numerous films, including Maja, Thambi, and Azhagiya Tamil Magan. His album Romanza, a fusion of world music and piano, has received widespread acclaim. Stephen Devasi is a recipient of prestigious Behind Woods Gold Mike Award. Shibu Mohammed, with his extensive experience as assistant editor at Deshabmani Weekly, will engage Stephen Devasi in a captivating conversation. വേദിയിലെടുത്തതായി ഒരു കീബോർഡിസ്റ്റിന്റെ സംഗീതയാത്ര. ഹലോ, മോണിറ്റർ ഒന്ന് കുറച്ച് കൊടുക്കുക. ഹലോ, യെസ്. വളരെ സന്തോഷകരമായ ഒരു സെഷനാണിത്. ഞങ്ങളുടെയൊക്കെ തലമുറയുടെ മുന്നിലൂടെ വളർന്ന് വലുതായ കേരളത്തിലെ സംഗീതരംഗത്തെ ചെറുപ്പക്കാരുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രഗത്ഭനും പ്രതിഭാശാലിയുമായ ഒരു മ്യൂസിഷ്യനുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വ്യക്തിപരമായി എനിക്കും സ്റ്റീഫനെ കേൾക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്കും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. ഒരു കീബോർഡിസ്റ്റിൻ്റെ സംഗീതയാത്ര എന്ന ടൈറ്റിലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സെഷൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കും. അതിനുശേഷം ഞാൻ സ്റ്റീഫനിലേക്ക് പോകും. കുറേ കാലങ്ങൾക്ക് മുമ്പ് എഡ്വേർഡ് സയ്യിദിൻ്റെ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മ്യൂസിക്കൽ ഇലാബറേഷൻ എന്നായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒന്ന് എഡ്വേർഡ് സയ്യിദ് എഴുതി എന്നുള്ളതാണ്. എഡ്വേർഡ് സയ്യിദിനോടുള്ള ഒരു ഇൻ്റലക്ച്വൽ അട്രാക്ഷൻ ഒന്ന്. മറ്റൊന്ന് ആ പുസ്തകത്തിൻ്റെ കവർ ഫോട്ടോയാണ്. വളരെ മനോഹരമായൊരു കീബോർഡിൻ്റെ പിക്ചറായിരുന്നു, ഫോട്ടോ ആയിരുന്നു അവരതിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് ഈ പുസ്തകം ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന്, എഡ്വേർഡ് സയ്യിദിനെ പോലുള്ള ഫിലോസഫേഴ്സിൻ്റെ ഭാഷയുടെ ദുർഗ്രഹത ഭയങ്കരമാണ്. രണ്ടാമത് തന്നെ അലട്ടിയ ഒരു പ്രശ്നം, ഈ പുസ്തകത്തിൽ നിറയെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ സ്റ്റാഫ് നൊട്ടേഷനായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ അടിയിൽ ബീഥോവൻ സിംഫണി അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നല്ലാതെ ഈ സ്റ്റാഫ് നൊട്ടേഷൻ ഡീകോഡ് ചെയ്യാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കോഴിക്കോട് 4-ാം ഗേറ്റിനടുത്ത് ചാവറ കൾച്ചറൽ സെൻ്റർ ഉണ്ട്, അവിടെ പ്രസാദ് കുര്യൻ എന്ന് പറയുന്ന ഒരു പിയാനിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രസാദ് മാഷെ കാണാൻ പോയി. പ്രസാദ് മാഷ് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. കോഴിക്കോട്ടെ പ്രൊഫസർ ലാൻസൽ തോമസിന് ശേഷം ഏറ്റവും പ്രഗത്ഭനായ ഒരു പിയാനിസ്റ്റായിരുന്നു പ്രസാദ് കുര്യൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഈ രൂപത്തിലാണ്, ഇതിൻ്റെ കോഡുകൾ ഇങ്ങനെയാണ്, ഇതിൻ്റെ സിമ്പിൾസ് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നു. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ കുറച്ചധികം പ്രസാദ് കുര്യനോട് സംസാരിച്ചപ്പം എനിക്ക് വേണ്ടാത്തൊരു തോന്നലുണ്ടായി. എന്നാൽ പിന്നെ കീബോർഡ് എനിക്കും ഒന്ന് പഠിച്ചു കളഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. സ്റ്റീഫൻ ദേവസിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അല്പം ലജ്ജയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു വർഷക്കാലം പ്രസാദ് കുര്യൻ സാറിൻ്റെ അടുത്തുനിന്ന് കീബോർഡ് പഠിക്കാനൊരു ശ്രമം നടത്തുകയുണ്ടായി. ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരടി പോലും എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സാർ ഇങ്ങനെ സി മേജർ കോഡ്, ഡി മൈനർ എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു തരും. എനിക്ക് സി എന്താണ്, എഫ് എന്താണ്, അപ്പർ സി എന്താണ്, ഹാഫ് നോട്ട് എന്താണ്, പിന്നെ ക്വാർട്ടർ നോട്ട് എന്താണ് എന്നൊന്നും
ഒന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഈ സെഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കീബോർഡ് പഠിക്കാൻ ശ്രമിച്ച് അമ്പേ പരാജയപ്പെട്ട ഒരാൾ കീബോർഡിൽ ലോക വിസ്മയം തീർത്ത ഒരാളുമായിട്ടുള്ള സംവാദമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും സ്റ്റീഫൻ ദേവസി, ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെയൊക്കെ തലമുറയുടെ കണ്ണുകൾക്ക് മുമ്പിലൂടെ വളർന്ന് വലുതായ ഒരു പ്രതിഭയാണ്. അപ്പം ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നേരിട്ട് ഞാൻ സ്റ്റീഫനോട് ചോദ്യം ചോദിക്കുകയാണ്. ഒട്ടനേകം സംഗീതോപകരണങ്ങൾ നമുക്കിടയിലുണ്ട്. പിന്നെ ഇന്ത്യൻ സംഗീത ഉപകരണങ്ങളുണ്ട്, വിദേശത്തുനിന്ന് വന്നിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് സ്റ്റീഫൻ കീബോർഡിൽ അനുരക്തനായത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്റ്റീഫൻ്റെ ജ്യേഷ്ഠൻ പിന്നെ ഒരു വയലിനിസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം വയലിനെയും മറ്റ് സംഗീതോപകരണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കീബോർഡിൽ അനുരക്തനായത്, കീബോർഡിൽ അട്രാക്റ്റീവ് ആയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമസ്കാരം, കോഴിക്കോട്. ഞാൻ ഈ ജ്യൂസ് ഒന്ന് രണ്ട് കുടിച്ചോട്ടെ. എനിക്ക് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് കുടിക്കുന്നത് ശരിയല്ലല്ലോ. കുടിച്ചോട്ടെ. ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു, ഇനി കഴിച്ചിട്ടേ ഇല്ല. ഷിബുബായി സി മേജറും ഡി മൈനറും അപ്പർ സി ഒക്കെ പറഞ്ഞു. ആരാ പറഞ്ഞ അറിവില്ല എന്ന്? നല്ല അറിവോട് കൂടിയിട്ടാണ് സംസാരിച്ച്. അത് തന്നെ കിട്ടാൻ പാടാണ്. ചോദ്യം, ഞാൻ എന്തിനാ കീബോർഡ് തിരഞ്ഞെടുത്തത്? ഞാനല്ല തിരഞ്ഞെടുത്തത്, എൻ്റെ അച്ഛനാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കാൻ ഡ്രമ്മായിരുന്നു. ഡ്രമ്മിനോട് എനിക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പാത്രങ്ങൾ നിരത്തി വെച്ചിട്ട് ഞങ്ങളുടെ ഒരു കലാപരിപാടി ഉണ്ടാവും. അത് പിന്നെ എൻ്റെ അമ്മ സഹിക്കും, ബാക്കി ആർക്കൊക്കെയോ സഹിക്കില്ല തോന്നുന്നു. കാരണം ഭയങ്കര ശബ്ദമാണ്. എല്ലാ പാത്രം കൂടി നിരത്തി വെച്ച് സിംബലും ഹൈ ഹാറ്റ്സും ഒക്കെ ഉണ്ടാക്കി ഡ്രമ്മിനോടൊരു ഫാസിനേഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കീബോർഡ് വായിക്കുമ്പോൾ, എൻ്റെ കീബോർഡ് വായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ, അത് ആക്ച്വലി ഡ്രമ്മിൻ്റെ ഒരു പെർക്കസീവ് വെർഷനാണ് ഞാൻ വായിക്കുന്നത്. കീബോർഡിസ്റ്റിൽ ഒരു യഥാർത്ഥമായ കീബോർഡ് പ്ലെയറിൽ അങ്ങനെ വായിക്കലില്ല. ഇങ്ങനെ വായിക്കുന്നത് എൻ്റെ ഉള്ളിലത്തെ ഡ്രമ്മിൻ്റെ ഫാസിനേഷനാണ് അങ്ങനെ ആയിപ്പോയത്. അങ്ങനെ പെർക്കസീവ് സ്റ്റൈൽ ഓഫ് പെർഫോമൻസാണ് എൻ്റെ കൂടുതലുണ്ടാകുന്നത്. അത് ഈ ഡ്രമ്മിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മിയെടുത്ത്, അച്ഛൻ ഗൾഫിലാണ്, എൻ്റെ ചേട്ടനും ഞാൻ അവിടെ ഇരിക്കുന്ന ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഡ്രമ്മ് പഠിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചിട്ട്, ഞാൻ ഒറ്റപ്പാലത്ത് ജീവിച്ചാണ്. ഒരു 12 വയസ്സ് 10 വയസ്സിൽ ആ റേഞ്ചിലാണ് എനിക്ക് ഡ്രമ്മ് പഠിക്കണമെന്ന് ആഗ്രഹം വന്നിട്ട്. ഡ്രമ്മ് പഠിപ്പിക്കുന്ന ആൾ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളുടെ അവിടെ നിന്ന് അന്നൊക്കെ തൃശ്ശൂർക്ക് പോകാൻ പറഞ്ഞാൽ 2 മണിക്കൂറാണ്. 2 മണിക്കൂർ തൃശ്ശൂർ അവിടെ കൊണ്ടുപോകാനും പഠിക്കാനും പിന്നെ ചെറിയ സാഹചര്യ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഡ്രമ്മില്ല. ഡാഡി ഒരു ലീവിന് വന്നപ്പോൾ ഒരു കീബോർഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യം ഗിറ്റാർ പഠിച്ച്, പിന്നെ ചേട്ടൻ വയലിൻ പഠിച്ചു. അപ്പോൾ പിന്നെ വേറെ എന്ത് ഇൻസ്ട്രുമെൻറ്റ്, വേറെ ഡ്രമ്മ് പഠിക്കാനും പറ്റില്ല. പിന്നെ ആ കൂടുതലുള്ള ഈ ഇത്തിരി പോകുന്ന ഈ കീബോർഡാണ്. അപ്പോഴാണ് ഡാഡി പറഞ്ഞത്, നീ തൽക്കാലത്തേക്ക് കീബോർഡ് പഠിക്ക്, പിന്നെ കാലൊക്കെ വലുതാവുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റാറാകുമ്പോൾ നീ ഡ്രമ്മ് പഠിച്ചാൽ മതി. പക്ഷെ എപ്പോഴും ഡ്രമ്മ് പഠിച്ചില്ല, കീബോർഡ് തന്നെയായി. അങ്ങനെയായിരുന്നു കീബോർഡ് മാത്രമായത്. പക്ഷേ കീബോർഡ് ഞാനും ഒരിക്കലും വിചാരിച്ചില്ല ഈ കീബോർഡ് എന്ന് പറഞ്ഞ ഉപകരണം എൻ്റെ സംഗീതം ഞാനിവിടെ നിന്ന് ഇരിക്കാൻ പറ്റുന്നോ, ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലെത്തുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞായിരിക്കണം. അടുത്ത സ്റ്റീഫൻ കീബോർഡിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. മറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കീബോർഡിനുള്ള സാധ്യതകൾ അങ്ങനെ പറയാൻ കഴിയുമോ? എന്തെങ്കിലും പ്രത്യേകത കീബോർഡിന് മാത്രമായിട്ടുള്ള ഒരു സാധ്യത പറയാമോ? ഞാൻ കീബോർഡ് പറയണേക്കാട്ടിലും മുമ്പ് ഞാൻ പിയാനോ എന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റിൽ ഈ കീ എന്ന് പറയുന്നത് ഹാർമോണിയാണ്.
പക്ഷേ ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഹാപ്സിക്കോഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ആണ്. വെള്ള കറുത്ത കട്ടകൾ എന്ന് പറയുന്ന ഹാപ്സിക്കോഡ് എന്ന് പറയും. ഇത് 1600 മോസാർട്ടിൻ്റെ കാലത്ത്, 1500 ബാഹ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻ, ഇപ്പോഴും ഞങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്ന കലാകാരന്മാരാണ് ബാഹ്, ജോഹൻ സെബാസ്റ്റ്യൻ ബാഹ്, അങ്ങനെയുള്ള കുറേ യൂറോപ്യൻ കലാകാരന്മാരാണ് അന്ന് ഈ കീബോർഡ് ബേസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഹാപ്സിക്കോഡ് അന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. എന്നിട്ട് ഹാപ്സിക്കോഡിൽ നിന്നാണ് പിയാനോ വന്നത്. ഈ പിയാനോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും C1 എന്ന് പറയുന്ന ലോവർ കീയും C7 എന്ന് പറയുന്ന ഏറ്റവും ഹൈ കീയും ഇന്ന് സംഗീതത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഫ്രീക്വൻസിനെയും ഓൾമോസ്റ്റ് എത്തുന്ന ഫ്രീക്വൻസിയാണ്. അതാണ് ഈ പിയാനോയുടെ ഒരു പ്രത്യേകത. കീബോർഡ് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് വെർഷനാണ്. എപ്പോഴും കീബോർഡ് എന്ന് പറയുന്നത് പിയാനോയുടെ ഇലക്ട്രിക് വെർഷനാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി ഉള്ള ഇൻസ്ട്രുമെൻറ്റിൽ ഒന്ന് പിയാനോ ആണ്. പിന്നെ ഉള്ളത് ഏതാന്ന് പറയാൻ പറ്റുമോ? ഓർഗനല്ല. ഓർഗനും ഇതാണ്. ഇത്രയും ഫ്രീക്വൻസി ഉള്ള വേറൊരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കേലും അല്ല. ഇന്ന് കേൾക്കുന്നുണ്ട്, വേറെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, എന്തോ പറഞ്ഞേ? ഹാർമോണിയല്ല. ഹാർമോണിയൊക്കെ 2 ഒക്ടേവ് ഉള്ളൂ. ഫുൾ ഫ്രീക്വൻസി വരുന്ന വേറൊരു ഇൻസ്ട്രുമെന്റിന്റെ പേര് ഭയങ്കര വീണ അല്ല മാഡം, ഇല്ല. സാക്സഫോണൊക്കെ ഒരു റേഞ്ചുള്ളൂ, നല്ല ഇൻസ്ട്രുമെന്റ് ആണ്, പക്ഷെ അത്രയില്ല. ഞാൻ പറഞ്ഞോട്ടെ, സമയം കളയണ്ട. ഹാർപ്പ് എന്ന് പറയും, ഹാർപ്പ്, കിന്നരം. അത് ബൈബിൾ കേന്ദ്രമാക്കിയിട്ടുള്ള സമയത്ത് മുതൽ അന്നും ഉണ്ട്. പക്ഷേ ഇന്നൊരു ഫുൾ റേഞ്ചിൽ ഹാർപ്പ്, നിങ്ങളൊരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അറിയാം എത്രയോ കമ്പികളുണ്ട് ഇതിൽ. പിയാനോ എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പല സാറ് പറഞ്ഞു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ്. പിയാനോ എന്ന് പറഞ്ഞാൽ കമ്പികളാണ് മൊത്തം. കമ്പികളിൽ ഒരു ചുറ്റിക വന്ന് അടിക്കുന്നതാണ് പിയാനോ. ഒരു ചുറ്റികയാണ് ശരിക്കും. ഓരോ കീക്കും ഒരു ചുറ്റികയുണ്ട്. 88 കീക്ക് 88 ചുറ്റികകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും നമ്മുടെ ചുറ്റികയില്ലേ, ആ ചുറ്റികയുടെ മരത്തിൻ്റെ വെർഷനാണ്. കാണുമ്പോൾ ഭയങ്കര ഭംഗി. പിയാനോ തുറക്കണമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആവേശം കൂടും. കാരണം ഇത് കാണാൻ ഇതിൻ്റെ എൻജിനീയറിങ് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരാതിലേക്ക്, ഈ കീബോർഡ് എന്ന് പറയുന്നത് ഈ പിയാനോ ബേസ് ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസി ഉണ്ട്. ഈ പറയുന്ന വയലിൻ മിഡ് ഫ്രീക്വൻസിയാണ്. ഈ വയലിൻ്റെ ബേസ് ഫ്രീക്വൻസിയുടെ പേരാണ് വന്നു ചെല്ലോ, ഒരാൾ പറഞ്ഞ ചേച്ചി പറഞ്ഞു. അതിന് ഇടയ്ക്ക് നല്ലൊരു സാധനമാണ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, വിയോല. അപ്പോൾ സ്റ്റാർട്ടിങ് ലോ റേഞ്ച് വയലിൻ എന്ന് പറയുന്നത് ഡബിൾ ബേസ്, കോൺട്രാ ബാസ് എന്ന് പറയും. പിന്നെ ചെല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞാൽ വിയോല കഴിഞ്ഞാലാണ് വയലിനാണ് ഹൈയിൽ ഏറ്റവും സുഖകരമായി കേൾക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റാണ് വയലിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ മിഡിന്ന് തുടങ്ങി ഹൈ മിഡ് വരയ്ക്കുള്ള ഇൻസ്ട്രുമെൻ്റ്. പക്ഷെ പിയാനോയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചെല്ലോ മുതൽ വയലിൻ വരെയുള്ള എല്ലാ ഫ്രീക്വൻസിയും ഈ പിയാനോയിലുണ്ട്. അപ്പോൾ അതൊരു പിയാനിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസിയും അയാളുടെ 2 കയ്യിൽ 10 വിരലിൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് മൊത്തം ഫ്രീക്വൻസി വായിച്ചെടുക്കാൻ പറ്റും. അതാണ് പിയാനോയുടെ ഒരു പ്ലസ് പോയിന്റ്. ഇതൊന്നും അറിയാതാണ് പിയാനോ നമ്മൾ പഠിച്ചത്. പക്ഷേ ഒരു കമ്പോസർ, ഇപ്പോൾ രാജാ സാർ മുതൽ AR റഹ്മാൻ, ഏത് കമ്പോസറും കമ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അവരുടെ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് കീബോർഡ് ബേസ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. കാരണം കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഇത്ര ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ ലക്ഷ്മികാന്ത് പ്യാരലാൽ എന്ന് പറഞ്ഞിട്ടുള്ള വിഖ്യാതമായ ബോളിവുഡ് സംഗീത സംവിധായകൻ ലക്ഷ്മികാന്ത് ഒരു നല്ല പിയാനിസ്റ്റായിരുന്നു. അദ്ദേഹം പിയാനോയുടെ മുകളിൽ ഇരുന്നിട്ട് കമ്പോസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്രീക്വൻസിയും ഒരേപോലെ കിട്ടുന്ന, ഏത് ഒരു ഓർക്കസ്ട്ര അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫ്രീക്വൻസിയും ഒരു സെക്കൻഡിൽ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പിയാനോ. അതുകൊണ്ടാണ് പിയാനോയ്ക്ക് ഇത്ര ഒരു പ്രത്യേകത. ആ പിയാനോയുടെ ഇലക്ട്രിക് വെർഷൻ്റെ പേരെന്താണ്? ഓർഗൻ, കീബോർഡ്. മറ്റൊരു കാര്യം, ഈ കീബോർഡ് അല്ലെങ്കിൽ പിയാനോ, ഓർഗൻ എന്നൊക്കെ കേൾക്കുമ്പം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും ചർച്ചാണ് ഓർമ്മ വരിക. ക്രിസ്ത്യൻ പള്ളികളാണ് എനിക്ക് ഓർമ്മ വരിക. ഞായറാഴ്ചകളിലൊക്കെ ക്രിസ്ത്യൻ പള്ളികളുടെ മുന്നിൽ കൂടെ ചർച്ചിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഈ കീബോർഡ്, അത് പിയാനോണോ ഓർഗനാണോ എന്നൊന്നും എനിക്കറിയില്ല, അത് ഇങ്ങനെ കേട്ടത്. ഞാൻ ഈ സെഷൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റീഫൻ്റെ ബയോഗ്രാഫിയിലൂടെ വരുമ്പോൾ സ്റ്റീഫൻ ആദ്യം പഠിച്ചത്, കീബോർഡ് പഠിക്കാൻ പോകുന്ന ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു
ക്ലാസ്സിലാണ്. പിന്നെ അദ്ദേഹം തൃശ്ശൂരിലെ ചേതന മ്യൂസിക്കിലേക്ക് വന്നു. അവിടെ അദ്ദേഹത്തെ കീബോർഡ് പഠിപ്പിക്കുന്നത് ഫാദർ തോമസ് എന്ന് പറയുന്നത്. ഞാനൊരു റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂവിലല്ല ചോദിക്കുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചോദിക്കുന്നത്. ഈ ചർച്ചും കീബോർഡും ക്രിസ്ത്യാനിറ്റിയായിട്ടൊക്കെ ഒരു ഗാഢമായിട്ടുള്ള ബന്ധമുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്, അത് ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഈ ചോദ്യത്തിന് ഒത്തിരി ഞാൻ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോട്ടെ, എലാബറേറ്റ് ചെയ്യട്ടെ. പിയാനോയും ചർച്ച് എന്ന് പറയുന്നതിനപ്പുറം ദൈവവും സംഗീതവും എന്ന് ഞാൻ പറയാനേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. ദൈവവും സംഗീതമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. എനിക്ക് ഈ ചർച്ച് എന്ന് പറയുന്നത് അന്ന് എൻ്റെ അച്ഛനും അമ്മയും പള്ളി കൊണ്ടുപോയതുകൊണ്ടാണ് ചർച്ചിൽ പോയത്. പക്ഷേ ഒരു സംഗീതം എപ്പോഴും ദൈവികമാണ് ബേസിക്കലി. അത് ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മതങ്ങളായിട്ട് തിരിച്ചിരിക്കേണ്ടത്, അപ്പോൾ മതങ്ങളുടെ പേരൊന്നും എനിക്ക് പറയണ്ട. പക്ഷേ അമ്പലങ്ങളിൽ ഭജനയാണ് ഏറ്റവും പെട്ടെന്ന് ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം. എല്ലാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ അവിടെ ഒരു പാട്ട് കേൾക്കുന്നു, ഒരു ഭജന കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് പെട്ടെന്ന് പോവും, അൺലെസ് നമ്മൾ നട തുറന്നില്ലച്ചാൽ, അല്ലേ? എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ തോന്നുന്നു. ഒരു ഭജന കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദൈവത്തിന് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. സൂഫി സംഗീതം, വാങ്, ഇതൊക്കെ മ്യൂസിക്കലാണ്. ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത് സംഗീതമുണ്ട്. ഒരു ട്യൂണ് വരുമ്പോഴാണ് ആ ട്യൂണിൻ്റെ കൂടെ ഒരു വരി ഭഗവാൻ, ദൈവം, കർത്താവേ, അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ ട്യൂണ് എപ്പോഴും ഒരു ട്യൂണാണ് നമ്മളെ അലിയിക്കുന്നത്. ഒരു നല്ല മെലഡി കേൾക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് കരയണോ? കാരണം നമ്മൾ അലിഞ്ഞു പോവുക, കാരണം നമ്മളതിൽ വീഴുകയാണ്. ആ വീഴുമ്പോൾ എന്തെങ്കിലും അതിൽ ദൈവത്തിൻ്റെ പേരും കൂടെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ഡിവോഷൻ, ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തും. ഇത് തന്നെയാണ് പള്ളിയിൽ നടന്നത്. അപ്പോൾ പള്ളിക്കാർക്ക് ഒരു കൊയർ വേണം, അന്നൊരു അവർക്ക് സംഗീതം എന്തായാലും വേണം. കാരണം ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു വൈദികൻ പ്രസംഗിക്കണേക്കാട്ടിലും മുമ്പ് നമ്മളൊരു സ്പിരിച്വൽ അന്തരീക്ഷം കൊണ്ടുവരുന്നത് പാട്ടാണ്. അത് ഏതിലാണെച്ചാലും, അത് ഏത് മതങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും ആ സ്പിരിച്വൽ അന്തരീക്ഷം ആദ്യം കൊണ്ടുവരുന്നത് സംഗീതമാണ്. സംഗീതത്തിന് മാത്രമേ വിത്തിൻ സെക്കൻഡ്സ് മെഡിറ്റേഷൻ ലെവലാണെങ്കിലും സ്പിരിച്വൽ ലെവലിലാണെങ്കിലും എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ മീഡിയമാണ് സംഗീതം. ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിൽ പലത്, ഇപ്പോൾ ഡാൻസ് ആണെച്ചാലും നല്ലൊരു ഡാൻസോ നല്ലൊരു ചിത്രം കാണുകയാണെങ്കിലും നമുക്കതിനൊരു ഭയങ്കര, നമ്മൾ പെട്ടെന്ന് അതിൽ വീണു. സംഗീതത്തിന് ആ പവറുണ്ട്. അതുകൊണ്ട് പണ്ട് പള്ളികൾ അല്ലെങ്കിൽ അമ്പലങ്ങളാണെച്ചാലും മോസ്കുകളാണെങ്കിലും എല്ലാതും ഒരു സംഗീതമയമാണ്. ആക്ച്വലി എവിടെയെങ്കിലും ഒരു ട്യൂൺ ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു ഒരു പാട്ടിൻ്റെ ഒരു അംശം ഇല്ലെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി എളുപ്പമാവില്ല. ഇതാണെങ്കിൽ എളുപ്പമാണ്, ആക്ച്വലി പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് പള്ളികളിൽ അന്ന് ഉപയോഗിക്കുന്നത് പിയാനോ അല്ല. പള്ളികളിൽ ഏറ്റവും അധികം കത്തീഡ്രൽ നിങ്ങൾ യൂറോപ്പിലോ ഏത് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും എന്താ ഉണ്ടാവുക? അത് സാർക്ക് പറയാൻ പറ്റും. അതെ, കറക്റ്റ്, ഓർഗൻ. അന്ന് വിൻഡായിരുന്നു ഓർഗൻ, ഇന്ന് ഇലക്ട്രോണിക്കായി. വിൻഡ് വലിയ കാറ്റോടുകൂടെ അവരിങ്ങനെ പമ്പ് ചെയ്തിട്ട് ഈ ഓർഗനിൽ കാറ്റിങ്ങനെ വരും. എന്നിട്ട് ഈ പൈപ്പുകൾ മുഴുവൻ ചേർന്നെത്തുന്നത് ഒരു 50 കീ ഉപയോഗിക്കുന്ന ഈ കീബോർഡിലേക്ക് എത്തുക. അപ്പോൾ വായിക്കുമ്പോൾ ഒരു ശബ്ദം വരും, ആ റീഡ്സ്. നിങ്ങൾ എപ്പോഴും യൂട്യൂബിലെടുത്ത് പോയാൽ ചർച്ച് ഓർഗൻ അല്ലെങ്കിൽ പൈപ്പ് ഓർഗൻ കണ്ടു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇതൊരു ഭയങ്കര സംഭവമാണ്. ആ പള്ളിയുടെ എൻജിനീയറിങ്ങിൽ ഏറ്റവും വലിയ എൻജിനീയറിംഗ് ആയിരിക്കും. ആ പള്ളിയുടെ ഒരു 30% ബിൽഡിങ്ങിനെ അക്വയർ ചെയ്തിട്ടുണ്ടാവുക ഈ ചർച്ച് ഓർഗൻ്റെ പൈപ്പാണ്. ഈ പൈപ്പുകൾ ഇങ്ങനെ പോകും. ഇതിങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സലിയുന്നു. ഒരു പാട്ടിലോട്ട് പോകും, ഒരു 4 പാർട്സ്, ഒരു ഹിമ്മിലോട്ട് പോകും. ഹിമ്മ് പാടുമ്പോൾ നമുക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ വരും. അപ്പോൾ അവർക്ക് എളുപ്പമാണ്. ഇതേപോലെയാണ് ഒരു വീണ വെച്ച് ഒരു കീർത്തനം വായിക്കുന്നു, അല്ലെങ്കിൽ അലൈപ്പായുധേ കണ്ണ അല്ലെങ്കിൽ പിമലെ രാമരസം കേൾക്കുമ്പോൾ ഒരു കണക്ഷൻ വരുന്നു. അത് മാത്രമല്ല. അപ്പോൾ ഞാൻ പിയാനോ ആയിട്ട് നിങ്ങൾ പള്ളി പറയുകയാണെങ്കിൽ സംഗീതവും ദൈവവുമാണ് അവിടെ. അതിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് പള്ളി, അമ്പലം, സംഗീതോപകരണം. സ്റ്റീഫൻ, പള്ളി, അമ്പലം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു ചോദ്യമാണ്. സ്റ്റീഫൻ ഏതോ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, കീബോർഡ് വായിക്കാൻ ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാമിന് പോയപ്പം സ്റ്റീഫനെതിരെ ഭയങ്കര സാമുദായികമായ എതിർപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന്.
ചർച്ചിൻ്റെ ഭാഗത്തുനിന്നാണ് തോന്നുന്നുണ്ട്. അതിനെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ പറ്റിയും ഒക്കെ പറഞ്ഞതുകൊണ്ടാട്ടോ. അപ്പം പള്ളിയിൽ നിന്നും പഠിച്ച, അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ ഓട് ചേർന്ന് നിന്ന് പഠിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു അമ്പലത്തിൽ വായിക്കുമ്പം സാമുദായിക എതിർപ്പുണ്ടാവുന്നു. അതിന് ആ ഇൻ്റർവ്യൂവിൽ സ്റ്റീഫൻ്റെ രീതിയിൽ മറുപടിയും പറയുന്നുണ്ട്. ആ മറുപടി ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ സംഭവമായിരുന്നു. ഓർമ്മയില്ല അത്? ഓർമ്മ, കാരണം പല വർഷങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പല പല മറുപടികളുണ്ട്. ഏത് മറുപടിയാണെന്ന് അറിയില്ല. ഓർമ്മയുള്ളൊരു മറുപടി പറയാം. ആക്ച്വലി നമ്മളൊക്കെ ചുറ്റപ്പെട്ടിരിക്കണ ആണല്ലോ ഈ റിലീജിയസ് ബൗണ്ടറീസ്. നമ്മളൊക്കെ കെട്ടിപ്പടിച്ച് വെച്ചിരിക്കുന്നതാണ് റിലീജിയസ് ബൗണ്ടറി. ഞാനും അങ്ങനെ റിലീജിയസ് ബൗണ്ടറിയിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ സംഗീതം കൂടുതൽ ആഴ്ന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സംഗീതം ഇത് ആവശ്യമില്ലാത്ത കുറേ ബൗണ്ടറികൾ ഉണ്ടാക്കിയിരിക്കുക. നമ്മൾ നെഗറ്റീവ് മ്യൂസിക് കൊടുക്കരുത്. അതായത് നെഗറ്റീവായിട്ട് ഒരാളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണതകളുള്ള വരികളും അതിൻ്റെ ടൈപ്പ് ഡാൻസോ മ്യൂസിക്കോ എന്താണെങ്കിലും അത് ചെയ്യരുത്. അത് നെഗറ്റീവ് പ്രചരണം, നെഗറ്റീവ് പ്രവണതയാണ്. നമ്മളെ വേറൊരു ശക്തിയിലോട്ട് കൊണ്ടുവന്ന് നെഗറ്റീവ് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളൊക്കെ സൈറ്റാനിക് മ്യൂസിക് എന്ന് പറയാം. അതായത് പോസിറ്റീവ് എന്താ അതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കും. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. എനിക്കത് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നിറയെ പാട്ടുകൾ ലോകത്തുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ ഒരിക്കലും സ്നേഹത്തിൻ്റെ പേരിലോ നന്മയുടെ പേരിലോ അത് എന്ത് സ്ഥാപനം, ഏതൊരു ഓർഗനൈസേഷൻ, അത് പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും ഇവിടെ എല്ലാം ഒരേ എനർജിയാണ് നടക്കുന്നത്. ആക്ച്വലി ഏത് നന്മയും സ്നേഹവുമാണ് അതൊക്കെ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ റിലീജിയസ് ആണ് എൻ്റെ അച്ഛനമ്മയും. അങ്ങനെ ഞാനും ഒബ്വിയസ്ലി നമ്മൾ റിലീജിയസ് ആവും. പക്ഷേ എനിക്ക് പിന്നെയാണ് മനസ്സിലായി സ്പിരിച്വാലിറ്റിയും റിലീജിയസും രണ്ട് വ്യത്യാസമാണ്. ഒരു നല്ല കലാകാരൻ സ്പിരിച്വലാണ് എപ്പോഴും. ഒരു നല്ല കലാകാരൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ്. രണ്ടാമത്തെ അയാൾ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. ഇത് രണ്ടെണ്ണം നമ്മൾ വീക്ക്നെസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടാം, അത് ഏത് പാട്ടിലാണെങ്കിലും. അപ്പോൾ എന്നെ അമ്പലക്കാർ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് പോകാൻ. പക്ഷേ എൻ്റെ വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടാവാറുണ്ട്. അന്നും ഉണ്ടാവാറുണ്ട്, എന്നും ഉണ്ടാവാറുണ്ട്. അന്ന് എൻ്റെ അച്ഛനും അമ്മയും എതിർപ്പായിരുന്നു, ഇന്ന് എൻ്റെ ഭാര്യയായിരുന്നു, പല ആൾക്കാരും. അപ്പോൾ ഇതൊക്കെ റെക്കോർഡറാണോ? അല്ല, ഇതവിടെ കേൾക്കുവേ. സാരമില്ല, കാരണം എപ്പോഴും ഞങ്ങളിങ്ങനെ ഈ ഒരു കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ ഐഡിയോളജി അവർക്കറിയാം. ഞാൻ സംഗീതം ഒന്ന് കൊണ്ടുപോകുന്നത് ആൾക്കാരെ സന്തോഷിക്കും. ഇപ്പം ഞാൻ സ്റ്റേജിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ? അല്ലേ? അതാണല്ലോ എൻ്റെ ലാസ്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ മോട്ടീവ്. ഞാൻ അതിൻ്റെ കെയർ ഓഫിൽ എനിക്ക് അതിൽ കൈകൊട്ടിക്കോ, സന്തോഷമുള്ളൂ കൈകൊട്ടി. പല പ്രോഗ്രാമും ഞാൻ എപ്പോഴും പ്രോഗ്രാമിൽ സ്റ്റേജിൽ വിളിച്ച് അനൗൺസ് ചെയ്യാറുണ്ട്. നമുക്ക് ആർക്കാ പ്രശ്നമില്ലാത്തത്? നമുക്ക് കടഭാരങ്ങളുണ്ട്, നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ള പ്രശ്നമുണ്ട്, നമ്മുടെ ഫാമിലി ഇഷ്യൂ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്, നമുക്ക് അസുഖങ്ങളുണ്ട്, നമുക്കെന്നും ദുഃഖങ്ങളുണ്ട് എന്നും. പക്ഷേ ഞാൻ ഇപ്പം എൻ്റെ പ്രോഗ്രാമിന് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ അടുത്ത 2 മണിക്കൂർ ഇതൊക്കെ മറക്കണം. കാരണം എനിക്കുണ്ട് ഈ പ്രശ്നങ്ങൾ, എനിക്കും എൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ കലാകാരനായതുകൊണ്ട് അതൊക്കെ ഞാൻ കാണിക്കാതെ എൻ്റെ ചിരിയിൽ ഞാനതൊക്കെ ഒതുക്കി നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ഞാൻ പെർഫോം ചെയ്യും. അതാണൊരു കലാകാരൻ. അല്ലാണ്ട് പൈസ മാത്രമല്ല. ആഫ്റ്റർ ഓൾ ഞാൻ പൈസ ഇല്ലാതെ പ്രോഗ്രാമിന് പോകാറുണ്ട്, ഫ്രീ ആയിട്ട് ഞാൻ പ്രോഗ്രാംസിന് പോകാറുണ്ട്. കാരണം അന്ന് അവിടെ കുറച്ച് നേരം വായിക്കുക, അവരൊക്കെ സന്തോഷിക്കുക. പിന്നെ ബാൻഡ് മെമ്പേഴ്സ് കൂടുതലുള്ള കലാകാരന്മാരാണെങ്കിൽ അവരുടെ കൂടെ ഒന്ന് നമ്മൾ ആ മതി മറക്കുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ ബേസിക്കലി മ്യൂസിക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ എന്നെ ആരെങ്കിലും അതേമാതിരി മറ്റുള്ള സമുദായങ്ങളിൽ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറയും, ഞാൻ അമ്പലത്തിൽ വായിക്കുമ്പോൾ പറയും, ശരിക്കും എന്നെക്കാട്ടിലും റിസ്ക് നിങ്ങളാണ്, നിങ്ങളെടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. ഇന്നാളെ വിളിച്ചാൽ മതി, അല്ലെ ഇന്ന സമുദായത്തിലുള്ളവരെ വിളിച്ചാൽ മതി. അതൊക്കെ മാറ്റി നിർത്തി ഒരു ക്രിസ്ത്യാനിയായി എന്നെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഐ വിൽ അപ്രീഷിയേറ്റ് യു ടു ടേക്ക് എ റിസ്ക് ടു ഇൻവൈറ്റ് മീ ഫോർ ദ കോൺസേർട്ട്. കാരണം ഞാൻ എടുക്കുന്ന റിസ്കിന് ആ അമ്പല കമ്മിറ്റിക്കാരെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് ഞാൻ
ഞാൻ ഈ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ പള്ളിക്കാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ, എന്ത് വേണമെങ്കിലും അടിച്ച് വിടാം, അവരെന്നെ പറ്റി നന്നായിട്ട് എഴുതും. ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതെന്ത് ചെയ്യും? ഇത് പള്ളിക്കാരല്ല എഴുതുന്നത്. പള്ളിക്കാർ കേൾക്കുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി ഞങ്ങളുടെ വീടുകളിൽ വന്ന് പറയും, എന്താ ഇവനെ പറ്റിയിട്ട് അങ്ങനെ എഴുതണം, അതെന്താ അങ്ങനെ. അപ്പം എന്തായി? വീട്ടുകാർക്ക് പ്രഷറായി. വീട്ടുകാരെ എന്നോട് ചോദിക്കും, എടാ നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന്, നമുക്ക് അവിടെ പോകേണ്ടതല്ലേ, നമുക്ക് വീട്ടുകാരെ കാണണ്ടല്ലേ, അല്ലെങ്കിൽ ബന്ധുക്കാരെ കാണണ്ടല്ലേ, അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അപ്പം എന്തായി? സൊസൈറ്റിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പ്രശ്നമാവുന്ന പേടി ആണ്. ഓക്കെ, അപ്പം ഇപ്പം ഇതൊരു സൊസൈറ്റി കൺട്രോൾഡ് കാര്യങ്ങളാണ് അതൊക്കെ. എൻ്റെ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ലോകത്തിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അത് മ്യൂസിക് എനിക്ക് കിട്ടിയൊരു മീഡിയയാണ്. ഞാൻ എന്തെങ്കിലും പോവും, ഞാൻ പേയ്മെൻറ്റ് കുറവാണ് വെച്ചാൽ ഞാൻ അതിന് പോവും. എൻ്റെ പള്ളിക്കാർ, അതുകൊണ്ട് എൻ്റെ പള്ളിക്കാർ ഇപ്പം എന്നെ വിളിക്കലില്ല. ഇവൻ അവിടെ പോയി കിടക്കണം അവിടെ, അതുകൊണ്ട് വിളിക്കാൻ പേടിയോ. വിളിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനൈസർക്ക് അയാൾ അതിലേക്കാട്ടിലെ എഴുത്താണ് അയാൾക്കെതിരായിട്ട് വരുന്നത്. പിന്നെ ഞാൻ അവരോട് തന്നെ പറയും, ദയവ് തന്നെ വിളിക്കരുത്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പോണ ആളാണ്. ഞാൻ പ്രൊഫഷണൽ ഏറ്റെടുത്ത ജീവിതം സംഗീതമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിത് പ്രശ്നമില്ല. അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഈ പരിപാടി മാത്രമേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബൗണ്ടറി വെച്ചു. അങ്ങനെ ഒരു ബൗണ്ടറി എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെന്നെ എഴുതിയാലും എനിക്കതൊരു വിഷയമല്ല. ജീവിതകാലം മുഴുവൻ ആരെന്നെ പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ പോവും. സ്റ്റീഫനോട് ഈ സെഷൻ്റെ മുമ്പ് ഞാൻ ഒരിക്കൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ പതിവ് ക്വസ്റ്റ്യൻസ് പരമാവധി ഒഴിവാക്കാൻ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ പതിവ് ക്വസ്റ്റ്യൻ പരമാവധി ഒഴിവാക്കുകയാണ്. സ്റ്റീഫനെ പറ്റി കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ സംഗീതയാത്രയുടെ നാൾ വഴികളൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഇൻ്റർവ്യൂസ് ഉണ്ട്, പത്രങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മളെ കീബോർഡ് എന്ന് പറയണ്ടല്ലോ, കീബോർഡ് അതിൽ ഓർഗൻ വരും, പിയാനോ വരും, ഹാർമോണിയം വരെ ഈ കീബോർഡ് ഫാമിലിയിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ഞാൻ ഈ വിഷയത്തിൽ മറ്റൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രഗത്ഭരായ ദേശീയവാദികൾ, നാഷണലിസ്റ്റുകൾ, അതിതീവ്ര നാഷണലിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നത് പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ വരെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. അവർ പറയേണ്ട ഈ ഇന്ത്യൻ സംഗീതത്തിന് യോജിക്കുന്നതല്ല കീബോർഡ് എന്ന് പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായത് ഹാർമോണിയമായിരുന്നു. ഹാർമോണിയം ഒരു കാരണവശാലും ഇന്ത്യൻ സംഗീതത്തിൻ്റെ 4 വിലക്കത്ത് പോലും അടുപ്പിക്കരുത് എന്ന് ശക്തമായ വാദമുണ്ടായി. ഹാർമോണിയത്തിനെതിരെ കഥ വരെ ആ കാലത്ത് എഴുതപ്പെട്ടതായി അന്നത്തെ മ്യൂസിക്കോളജി, അന്നത്തെ ഹിസ്റ്ററിയൊക്കെ ബേസ് ചെയ്ത് എഴുതിയ പുസ്തകങ്ങൾ, അമൻഡ വീറ്റ്മാനെ പോലുള്ള ആളുകളുടെ പുസ്തകത്തിലുണ്ട് ഇന്ത്യൻ സംഗീതത്തെ പറ്റിയിട്ടുള്ള. മറ്റെല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും കൂടി ചേർന്നിട്ട് ഹാർമോണിയത്തിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന ടീമായിരുന്നു ആ കഥയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അധികാരത്തിലെത്തിയ നെഹ്റു ഗവൺമെൻറ് ആകാശവാണിയിൽ നിന്ന് ഹാർമോണിയം നിരോധിച്ചു, ബാൻ ചെയ്തു. രേഖകൾ ഇപ്പോഴും ആ നിരോധനം അത് നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രശ്നം, എൻ്റെ ചോദ്യം ഇതാണ്, ഈ കീബോർഡ് പ്രത്യേകിച്ച് ഹാർമോണിയം അതൊക്കെ ഇന്ത്യൻ സംഗീതമായിട്ട് മാച്ചാവില്ല എന്ന് പറയുന്ന ആ വാദത്തോട് അല്ലെങ്കിൽ ആ ഒരു നിലപാടിനോട് ഒരു കീബോർഡിസ്റ്റ് എന്നുള്ളതിലേക്ക് സ്റ്റീഫൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനത് മ്യൂസിക്കലി എടുക്കുള്ളൂ. ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കേ പോവുള്ളൂ. കുറച്ചുകൂടി അതിൻ്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിക്കലി എനിക്ക് ഉത്തരം പറയാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഏറ്റവും വലിയ പ്രത്യേകത എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ മ്യൂസിക് ലോകത്തിൽ ഒരു മഹാസംഭവമായിട്ട് മാറിയിരിക്കുന്നത് അറിയോ? വളരെ സിമ്പിളാണ്. ഇന്ത്യൻ രാഗ, ഈ രാഗയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാഗങ്ങൾക്കും നമ്മുടെ പാട്ടുകൾക്കും എന്തറിയോ? അത് ഓറിയൻറ്റഡ് ആയിരിക്കും, മെലഡി ഓറിയൻറ്റഡാണ്. നമ്മുടെ ഇന്ത്യൻ ട്യൂണുകൾക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ട്. ഇത്ര രാഗങ്ങൾ. അപ്പോൾ ഈ ചില രാഗങ്ങൾ, ഇപ്പോൾ വഗ്ലാഭരണ അല്ലെങ്കിൽ ഖരഖരപ്രിയ, ഷൺമുഖപ്രിയ, ഇങ്ങനെയുള്ള രാഗങ്ങൾ കീബോർഡിൽ വായിക്കാം. പക്ഷേ കനകാംഗി എന്ന് പറയുന്ന ഒരു രാഗമാണെങ്കിലും വസന്ത എന്ന് പറഞ്ഞ രാഗമാണെങ്കിലും ഇതൊന്നും ഹാർമോണിയത്തിൽ വായിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അതിനൊക്കെ സ്ലെയറുകളുണ്ട്.
ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇതൊരിക്കലും കീബോർഡിൽ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ മെലഡി ഇൻസ്ട്രുമെൻ്റായ ഓടക്കുഴൽ, വീണ, സരോദ്, സാരംഗി, സിത്താറ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്ക്കൊക്കെ ഈ വഴക്കമുണ്ട്. ഇപ്പോൾ വയലിനാണെച്ചാലും വയലിന് അങ്ങനെ ഒരു നോട്ടിൽ നിന്ന് അടുത്ത നോട്ടിലോട്ട് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഹാർമോണിയത്തിന് ബേസിക്കലി ഗ്ലൈഡ് ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന ആ കാലഘട്ടത്തിലേക്കേ പോകണം കേട്ടോ. ഈ കാലഘട്ടമായിട്ട് ഞാൻ ഇപ്പോൾ കമ്പയർ ചെയ്യില്ല, ഈ കാലഘട്ടത്തിലേക്ക് ഞാൻ വരാം. ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സാധനം വായിക്കാൻ പറ്റാത്തൊരു ഇൻസ്ട്രുമെൻ്റ് എന്തിനാണ് നമുക്ക് എന്ന് ചിന്തിക്കുന്ന ചിന്തയാണ്. അതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന ഹാർമോണിയൊക്കെ. ഇനിയിപ്പോൾ ഈ ഇദ്ദേഹം പറയുമ്പോഴാണ് ഇത് ഞാൻ അറിയുന്നത് ബാൻ ചെയ്തു എന്നുള്ള കാര്യം. എപ്പോഴും ബാൻഡാണ് ഇത്. DC ബുക്സ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. സോറി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള രാഗങ്ങൾ ഒരിക്കലും വായിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വായിക്കാൻ പറ്റും, നോട്ട് വെറുതെ ടച്ച് ചെയ്യാന്നല്ലാതെ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന, ഇപ്പോൾ കനകാംഗി എന്ന് പറഞ്ഞ ഒരു രാഗത്തിൽ വയലിൻ വായിക്കണ മാതിരി അത് വീണയിലും അത്യാവശ്യം വായിക്കാം. സാരംഗി വായിക്കുന്ന ഒരു ഫീല് ചിലപ്പോൾ മറ്റുള്ള ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ പറ്റുന്നത്. കാരണം അത്ര ഡെപ്താണ് ആ രാഗത്തിന്. ഒന്നാമത് ഭയങ്കര ഡെപ്താണ്. അതാണ് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഡെപ്ത്. ഇതവിടെ നിൽക്കട്ടെ. വെസ്റ്റേൺ സംഗീതം. വെസ്റ്റേൺ സംഗീതത്തിൽ ഏറ്റവും മെലഡി കഴിഞ്ഞാൽ മെലഡിക്ക് അതേ പ്രോമിനൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു മീഡിയം ഉണ്ട്. എന്താ അറിയോ? ആർക്കെല്ലാം അറിയോ? വെസ്റ്റേൺ മ്യൂസിക് നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്നറിയോ? റോക്ക് മ്യൂസിക്. അതുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടം. ബേസിക് ഒരു സാധനത്തിൻ്റെ പേരാണ് ഹാർമണി. എന്താണ് ഹാർമണി? ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ? കോഡ്. കോഡിന് എന്താ അർത്ഥം? മോർ ദാൻ 2 നോട്ട്സ്. 2 നോട്ടിനെക്കാട്ടിലും കൂടുതൽ നോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഹാർമണി. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഓഫ് നോട്ട്സ് ഒരേപോലെ വായിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഹാർമോണിയം, അല്ലെങ്കിൽ പിയാനോ, അല്ലെങ്കിൽ കീബോർഡ്, അല്ലെങ്കിൽ ഹാർപ്സിക്കോർഡ്, അല്ലെങ്കിൽ ഇപ്പം ഈ കീബോർഡിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇതും 4 എണ്ണം ഒരുമിച്ച് വായിക്കണം എന്നുണ്ടെങ്കിൽ കീബോർഡിന് മാത്രമേ പറ്റുള്ളൂ. ഈ ഹാർമണി എന്ന് പറഞ്ഞ സാധനം ഇന്ത്യൻ മ്യൂസിക്കിനില്ല, വളരെ റെയറാണ്. ഇന്ത്യൻ മ്യൂസിക്കിൽ ഇന്ത്യൻ മ്യൂസിക് മെലഡി ഓറിയൻറ്റഡ് ആണ്, ഹാർമണി ഓറിയൻറ്റഡ് അല്ല. മെലഡി ഓറിയൻറ്റഡ് മ്യൂസിക്കാണ് നമുക്കിപ്പോൾ നല്ല ഇപ്പോൾ ഒരു നല്ല പാട്ട് എന്തെടുക്കുകയാണെന്ന് വെച്ചാൽ അതിനൊരു മെലഡിയാണ്, അതിൻ്റെ പുറകിൽ വരുന്ന അക്കമ്പനിമെൻ്റാണ് ഹാർമണി എന്ന് പറഞ്ഞത്. ഈ ഹാർമണി വേറെ ഇൻസ്ട്രുമെൻറ്റിനെക്കാട്ടിലും ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ഹാർമോണിയം, പിയാനോ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മെലഡി മാത്രം ഓറിയൻറ്റഡ്. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ആ കാലഘട്ടത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെന്താ ഈ സംഗീതത്തിൻ്റെ മാറാൻ തുടങ്ങി. നേരത്തെ പറയുന്ന അവർ പറഞ്ഞിട്ടുള്ള പല പല ജോൺറ ഇടാൻ തുടങ്ങി. ഏതൊക്കെ? ക്ലാസിക്കൽ മ്യൂസിക്, റോക്ക് മ്യൂസിക്, ഫ്യൂഷൻ മ്യൂസിക്കായി മാറുന്നത്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് ഒരു സൈഡിൽ ശക്തമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇന്ത്യൻ മ്യൂസിക് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നിപ്പിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ മെലഡിയും ഹാർമണിയും. ഈ ഹാർമണി അപ്പോൾ എന്തായി? ഒരു 50-ന് ശേഷം 60-ന് ശേഷം ഗ്രേറ്റ് മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള സാക്കിർ ഹുസൈൻ അങ്ങനെയുള്ള ഗ്രേറ്റ് കമ്പോസേഴ്സും പിന്നെ ഇവരെല്ലാവരും വെസ്റ്റേൺ മ്യൂസിക് ഇന്ത്യൻ മ്യൂസിക്കും കൂടെ ഒന്നിപ്പിക്കാൻ തുടങ്ങി. അള്ള റഖ ഖാൻ സാബ് അങ്ങനെയുള്ള ഗ്രേറ്റ് മ്യൂസിഷ്യൻസ് മുഴുവനും ഇത് ഒന്നിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കീബോർഡിൻ്റെ പ്രോമിനൻസ് ഇന്ത്യൻ മ്യൂസിക്കിന് വരാൻ തുടങ്ങി. ഇതാണ് ഈ മാറ്റമാണ് പിന്നെ നടന്നത്. ഈ മാറ്റത്തിൽ ഇപ്പോൾ ഇന്ന് എന്തൊരു ഫ്യൂഷൻ മ്യൂസിക് വരികയാണെങ്കിലും ഒരു വെസ്റ്റേൺ മ്യൂസിക്കിനെ പ്രതിനിധീകരിക്കുന്നത് കീബോർഡാണ്. ഇന്ത്യൻ മ്യൂസിക്കിനെ ഏത് വേണമെങ്കിലും പ്രതിനിധീകരിക്കാം. ഇന്ത്യൻ മ്യൂസിക് ഡെപ്ത് കൂടുതൽ പല ഇൻസ്ട്രുമെൻറ്റും വെച്ച് വായിക്കാം. അപ്പോൾ ഷേണായി വെച്ചിട്ട് നല്ല രാഗം വായിക്കാം, നാദോസ്വരം വെച്ച് വായിക്കാം, ഫ്ലൂട്ട് വായിക്കാം, വയലിൻ വായിക്കാം, സിത്താറ്, വീണ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ചെയ്യാം. ഇവിടുന്ന് വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റുകൾ ഒന്ന് കീബോർഡും മറ്റേത് ഏതായിരിക്കും? ഗിറ്റാറും. ഈ 2 ഇൻസ്ട്രുമെൻറ്റ് വന്നതോടുകൂടിയിട്ടാണ് ലോകോത്തരമായ സംഗീതം ഇന്ത്യയിൽ നിന്ന് വരാൻ തുടങ്ങിയത്. അത് ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നടന്നത് അതെ. പക്ഷെ ഇപ്പോൾ അതെ. അപ്പോൾ കീബോർഡിന് ഇപ്പോൾ പ്രാധാന്യം ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ചെയ്യണോണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ അഭിവാജ്യ കടന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ കീബോർഡിന് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഉണ്ട് തോന്നുന്നു.
ബാൻ ചെയ്ത് ഉദ്ദേശിക്കുന്നത് അത്ര വലിയൊരു സീരിയസ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. സർക്കാർ രേഖകളിൽ അങ്ങനെയുണ്ട്, പക്ഷെ അതിന്ന് അത്ര ആരും അതിനടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അത് ശരിക്കും ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കാം. ആ രേഖ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നെങ്കിൽ ആ രേഖ എടുത്തു മാറ്റുമായിരുന്നു. ഇപ്പോൾ ഇക്കാലത്തൊന്നും അത്തരം നിരോധനങ്ങളൊന്നും വിലപ്പോവില്ല, നിലനിൽക്കുകയില്ല. അത് വേറെ കാര്യം. സ്റ്റീഫൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് എനിക്കങ്ങനെ പറയാം, കാരണം എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു തലമുറ എൻ്റെ പ്രതിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ രാഗങ്ങളെ പറ്റിയിട്ട് സ്റ്റീഫൻ പറയുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം നമ്മൾ, എനിക്ക് തോന്നുന്നത് പലയിടത്തുനിന്നും രാഗങ്ങൾ എന്താണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കും. ഇന്ന രാഗം എന്താണെന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നൊരു ഇന്ത്യൻ രാഗം ഒരു ഒരു വെർച്വൽ ഒബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കതിനെ ഒരിക്കലും ആക്ച്വലൈസ് ചെയ്യാൻ കഴിയില്ല. എപ്പം ആക്ച്വലൈസ് ചെയ്യാൻ ശ്രമിച്ചോ അപ്പം ഇന്ത്യൻ രാഗം ഇല്ലാണ്ടായി മാറും എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് ഏത് രൂപത്തിലും അതിനെ മാറ്റി തീർക്കാം എന്നുള്ളതാണ്. ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, നമുക്ക് ഇന്ത്യൻ രാഗത്തെ ഏത് രൂപത്തിലും മാറ്റി തീർക്കാൻ കഴിയും. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സ്റ്റീഫൻ പറയുണ്ടായി പിന്നെ മെലഡി ഓറിയൻറ്റഡ് ആണ് ഇന്ത്യൻ രാഗങ്ങൾ എന്ന് പറയണ്ടത്. പക്ഷേ ഇത് വളരെ വളരെ പവർഫുള്ളുമാണ്. നമുക്കിതിനെ ഒരിക്കലും കണ്ടെയ്ൻ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ രാഗങ്ങളുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതാണ്. മെലഡി ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും അത് ഭയങ്കര സ്പോണ്ടേനിറ്റി ഉള്ളതാണ്, ഭയങ്കര വൈബ്രൻ്റ് ആണ്. എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ സ്റ്റീഫൻ ഒരു ഇന്ത്യൻ മ്യൂസിഷ്യനാണ്. ഇന്ത്യൻ രാഗങ്ങൾ അല്ല ഇന്ത്യൻ മെലഡികൾ, പ്രത്യേകിച്ച് ചലച്ചിത്ര സംഗീതങ്ങൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ രാഗങ്ങളുടെ റൂട്ടിലായിരിക്കും, ഇന്ത്യൻ രാഗങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ത്യൻ രാഗങ്ങളെ നിങ്ങളെങ്ങനെയാണ് കീബോർഡൈസ് ചെയ്യുക? ഒരു പ്രായോഗികമായ ക്വസ്റ്റ്യനാണ്, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊന്ന് കീബോർഡൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ബാബുരാജിൻ്റെ ഒരു ട്യൂൺ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളെങ്ങനെയാണ് ഇതിനെ അത് പിന്നെ ഇപ്പം യമൻ രാഗം എന്നൊക്കെ പറയും. ഈ യമൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് രാഗത്തെ പറ്റിയൊക്കെ ഭയങ്കര വിവരമുണ്ടെന്ന് വിചാരിക്കേണ്ട. സ്റ്റീഫന് മറുപടി പറയാൻ വേണ്ടി ഞാൻ ഉദാഹരണം മാത്രം, എനിക്കൊന്നും അറിയില്ല കേട്ടോ, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം യമൻ രാഗം അല്ലെങ്കിൽ യമൻ കല്യാണിൽ ബാബുരാജ് ട്യൂൺ ചെയ്ത ഒരു മെലഡി നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ആസ് എ കീബോർഡിസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ കീബോർഡൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുക, എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ചേട്ടൻ സാറ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടും, എന്നിട്ട് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ രാഗമൊക്കെ നന്നായിട്ട് അറിയാലോ, മനസ്സിലായി. നല്ല ചോദ്യം. കീബോർഡിൽ വായിക്കാൻ പറ്റുന്ന രാഗങ്ങളുണ്ട്, വായിക്കാൻ പറ്റാത്ത രാഗങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ചിലതൊക്കെ നമ്മുടെ കരവിരുതാണ്. ഇപ്പം ഇന്ന് എനിക്ക് പ്രോഗ്രാം കൂടി ഉണ്ട് തോന്നുന്നു. ഞാൻ 2 ബാബുരാജ് മാസ്റ്ററുടെ പാട്ടുകൾ വായിച്ചുതരാം കേട്ടോ. ഞങ്ങൾ എന്തായാലും ബാബുരാജ് മാസ്റ്ററുടെ പാട്ട് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ചെണ്ട ഫുൾ ടൈം സ്റ്റേജിലുണ്ട്. ഒരു 16 പേര് ചെണ്ട വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 90 മിനിറ്റും ചെണ്ടയും ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ പെർഫോം ചെയ്യാൻ വന്നത്. ഫ്യൂഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളം പാട്ടുകൾ ചെണ്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നാടൻ പാട്ടാണ് എപ്പോഴും ചെണ്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇന്നും ബാബുരാജ് മാസ്റ്റർ ഒരു പാട്ട് ഞങ്ങൾ ചെണ്ട വെച്ച് വായിക്കാൻ പോവാം. അപ്പോൾ അത് കാരണം ഇവിടെ നമ്മൾ ബാബുരാജ് മാസ്റ്റർ പാട്ട് വായിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു ആ പ്രോഗ്രാമേ ഒരു ദുരന്തമായിരിക്കും തോന്നുന്നത്. കാരണം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പോസറാണ്. അത് കോഴിക്കോട് നിന്നാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മെലഡി, ചില മെലഡികൾ എനിക്ക് ഒരിക്കലും കീബോർഡിൽ സാധ്യതയില്ല, പക്ഷേ ഇപ്പോൾ സാധ്യതകൾ വരുത്താൻ പറ്റുന്നുണ്ട്. അത് ചില നമ്മുടെ ടച്ചുകളാണ്. ചില ടച്ചുകൾ ചില ഇതിലൊക്കെ നമ്മൾ ആ ഒരു മാജിക് എന്ന് പറയില്ല, ഒരു ദൈവികമാണ്. ചില വരുമ്പോൾ നമുക്കത് കയ്യിൽ വരും. പിന്നെ എന്നാലും ഞാൻ പറയട്ടെ, അതിലൊരു കുറവുകളുണ്ട്. ഈ കുറവുകൾ നികത്തുന്നത് എപ്പോഴും എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന കോർഡ്സ് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഈ റൈറ്റിൽ നമ്മൾ മെലഡി വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ലെഫ്റ്റിൽ അതിൻ്റെ കോഡ് പ്രോഗ്രഷൻസും, കോഡിൽ നിന്ന് ഒന്നുകൂടി പറയണത് ഇതിൻ്റെ ഹാർമണി. ഈ ഹാർമണി സൈഡിൽ കൂടെ വരുമ്പോൾ ഈ മെലഡിക്ക് ഒരു ഭയങ്കര ഭംഗി കൂടും. അപ്പോൾ സത്യം പറഞ്ഞ ഒരു ആനച്ചന്തമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. ആ മെലഡിയുടെ കൂടെ ഒരു അക്കമ്പനിമെൻറ്റ് ആണ്. 2 കൈയും ഞങ്ങൾ വായിക്കുമ്പോൾ ഈ കയ്യിൽ ഓടുന്നതല്ല ഈ കയ്യിൽ ഓടുന്നത്, രണ്ട് വ്യത്യസ്തമായാണ്. അവിടെ പണ്ട് മുതലേ ആൾക്കാർ പറയും പിയാനോ പഠിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ബ്രെയിനും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ബ്രെയിനും. ആക്ച്വലി ഞാൻ ഞാനൊരു എക്സസൈസ് പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഈ കൈ ഇങ്ങോട്ട് തിരിയണം, ഈ കയ്യെ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്ക്, അതാണ് ഒരു ഹാൻഡ് ബാലൻസ് ആണ്.
ചേട്ടൻ ശരി സംസാരം ചെയ്ത് നോക്ക്, എന്തെങ്കിലും നഷ്ടപ്പെടാല്ല. ആ കലക്കി. ഇത് ഇങ്ങോട്ട് തിരിക്കണം, ഇത് ഇങ്ങോട്ട് തിരിക്കണം. പറ്റും, ചിലർക്കൊക്കെ പറ്റും. അതൊരു ഹാൻഡ് ബാലൻസ് ആണ്. ക്രിക്കറ്റേഴ്സൊക്കെ ഇങ്ങനെ അത് ചെയ്യും, എന്നാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഫുൾ നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ബാലൻസ് അല്ല. അപ്പോൾ ശരിക്കും പിയാനിസ്റ്റുകൾക്ക് ഇത് എളുപ്പമാണ് ചെയ്യാൻ. കാരണം ഞങ്ങൾ ഇവിടെ വായിക്കണതല്ല ഇവിടെ വായിക്കുന്നത്. ഇവിടെ പോകുന്നത് ടോട്ടലി വേറെ കോഡ്സും വേറെ ലോകമാണ്. ഇവിടെ പോകുന്നത് മെലഡിയും അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ പല രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പല ഫോക്കസും. അപ്പോൾ ഈ കീബോർഡിനെ ആരും കുറ്റം പറയില്ലല്ലോ. അവർ എടുക്കാൻ പറയട്ടെ, ഹാർമോണിയം അംഗീകരിക്കാൻ പറയണം. അപ്പോൾ എന്നാൽ പരിമിതികളുണ്ട്. ഈ പറയുന്ന കല്യാണി ഞാൻ ഒന്ന് വായിച്ചുതരാം. കല്യാണി രാഗം പിയാനോയിൽ എങ്ങനെ വായിക്കാൻ പറ്റുന്ന ആ ഒരു നമുക്ക് തനിമ കളയാതെ, എന്നാൽ ഒരു മെലഡി ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന, ഒരു ഫ്ലൂട്ട് വായിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പരിമിതികൾ വെച്ചിട്ട് ഒരു ഭംഗി ചേർത്ത്, എനിക്ക് ഭംഗി ചേർക്കാൻ പറ്റുന്ന എനിക്ക് ഹാർമണി ചേർക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള സോളോ ഇൻസ്ട്രുമെൻറ്റിൽ ഹാർമണി ചേർക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂട്ടിന് മോണോ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഞങ്ങളൊക്കെ പോളി ഇൻസ്ട്രുമെൻ്റ് എന്ന് ഒന്നിൽ കൂടുതൽ നോട്ട്സ് ഒറ്റയടിക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ചന്തമാക്കി നമുക്ക് മാറ്റി ആ രാഗത്തിനെ എടുക്കാം. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ്. ഇപ്പോൾ കീബോർഡിനെ ഞാൻ വായിച്ചേനെ, ഞാൻ വൈകുന്നേരം വായിച്ചുതരാം. സംഘാടകർ വന്ന് പറയേണ്ട ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഓഡിയൻസിന് ഇൻട്രാക്ട് ചെയ്യാൻ കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇനി ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കും. സ്റ്റീഫൻ്റെ ഒക്കെ തലമുറ, സ്റ്റീഫൻ ബാലഭാസ്കർ ഒക്കെ വന്നിട്ടുള്ളത് 90കളുടെ ഒരു ഇന്ത്യൻ പോപ്പുലർ സംഗീതത്തിൽ വളരെ വലിയൊരു മാറ്റം വന്ന കാലമാണ്. AR റഹ്മാൻ്റെ തരംഗം 90s ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുകയുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എന്നോട് യോജിക്കാം, സ്റ്റീഫനും യോജിക്കാം. മറ്റൊരു മാറ്റം MTV ആണ്. അതുവരെ ഇല്ലാത്ത മ്യൂസിക് സെൻസിബിലിറ്റിയൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ MTVക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ കേൾക്കാൻ കഴിയാത്ത പുതിയ ആറ്റിറ്റ്യൂഡുകളൊക്കെ MTV കൊണ്ടുവന്നിട്ടുണ്ട്, മ്യൂസിക് ടെലിവിഷൻ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ ഒത്തിരി കൾച്ചറൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശദാംശങ്ങൾക്കൊന്നും പോകുന്നില്ല, സമയം കൊള്ളും. അപ്പം 90കളിൽ ഒരു വശത്ത് AR റഹ്മാൻ്റെയും അതുപോലെ MTVയുടെയും അതേപോലെ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ സ്വാധീനം കൊണ്ട് ചെറിയ തോതിലൊരു ബ്രേക്ക് ഉണ്ടായ, ഒരു ഭാവുകത്വപരമായ ഒരു ബ്രേക്ക് ഉണ്ടായ ഒരു തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവാണ് സ്റ്റീഫൻ ദേവസി എന്ന് ഞാൻ കരുതുന്നു. യോജിപ്പുണ്ടെങ്കിൽ എന്നോട് പറയണേ. അതുവരെ ഉണ്ടായിരുന്ന സംഗീതത്തെ മുഴുവൻ ഇവർ മാറ്റിമറിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ഒന്ന് നമ്മുടെ പോപ്പുലർ സംഗീതം, പ്രത്യേകിച്ച് ചലച്ചിത്ര സംഗീതം ലിറിക്സിൽ, കവിതയിൽ ഓറിയൻറ്റഡ് ആയിരുന്നു, ലിറിക്കലായിരുന്നു. മറ്റൊന്ന് നമ്മുടെ ഇമോഷനെ അഡ്രസ്സ് ചെയ്യുന്നതായിരുന്നു. സ്റ്റീഫനൊക്കെ വരുന്നതോടുകൂടി ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് ഇവരുണ്ടാക്കിയ ഒരു ബ്രേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവർ ഓൾഡ് ജനറേഷനെ കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞു എന്നല്ല പറയുന്നത്. ഒരു വശത്ത് ഇവർ ലിറിക്സിൽ നിന്ന് സൗണ്ടിനെ വിമോചിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റീഫനെ പറ്റി ഓർക്കുമ്പോൾ ഫസ്റ്റിലെ ഓർമ്മ വരുന്നത് ഈ റിയാലിറ്റി ഷോയുടെ സൈഡിലിരുന്നിട്ട് കീബോർഡ് തൻ്റെതായ രീതിയിൽ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഞാനതിനെ കാണുന്നത് ലിറിക്സിൻ്റെ ഒരു കവചത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഓവർ ബേർഡനിൽ നിന്ന് സൗണ്ടിനെ ഇമാൻസിപ്പേറ്റ് ചെയ്ത ഒരാളായിട്ടാണ് ഞാൻ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. മറ്റൊന്ന്, മാരകമായ ഇമോഷണലിസത്തിൽ നിന്ന് നമ്മുടെ സംഗീതത്തെ കൊണ്ടുവരികയും ഇവർ നമ്മുടെ സംഗീതത്തെ, നമ്മുടെ ഫിസിക്കിനെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ, ഭൗതിക ശരീരത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കീബോർഡിൽ നിന്ന് ഗിറ്റാറിലേക്കുള്ള മാറ്റം ഒരു ശരീരത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശരീരത്തെ ഇളക്കി മറിക്കുന്ന, ആളുകളെ ഡാൻസ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ സ്റ്റീഫൻ ദേവസിയുടെ തലമുറ നമ്മുടെ കേരളത്തിലെ പോപ്പുലർ സംഗീതത്തിൻ്റെ ഭാവുകത്വത്തെ നന്നായിട്ട് മാറ്റിമറിച്ചിട്ടുണ്ട്. 1950കളിൽ ഇതിന് സമാനമായ ഒരു മാറ്റം വെസ്റ്റേൺ സംഗീത ലോകത്തുണ്ടായിട്ടുണ്ട്. അവിടെ അന്ന് വന്നിട്ടുള്ള വളരെ ഒരു പോപ്പ് ഗായകനുണ്ടായിരുന്നു, ചക്ക് ബെറി എന്ന് പറഞ്ഞിട്ട്. ചക്ക് ബെറിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ റോൾ ഓവർ ബീഥോവൻ എന്നുള്ളതായിരുന്നു. അപ്പം അതിന് സമാനമായിട്ട്
എനിക്ക് തോന്നുന്നു റോൾ ഓവർ യേശുദാസ് എന്നുള്ളൊരു ഇൻറ്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മിക്ക കലാകാരന്മാർക്കും റോൾ ഓവർ ഉണ്ട്. അപ്പം അതൊന്ന് സ്റ്റീഫൻ വിശദീകരിക്കും, അതിനുശേഷം ഓഡിയൻസിലേക്ക് മൈക്ക് പോകുന്നതായിരിക്കും. എപ്പോഴും ഒരു കാലഘട്ടത്തിന് ഒരു സംഗീതം എപ്പോഴും നിലനിൽക്കും. അത് 1600 മുതൽ 700, 800, 900, പിന്നെ 1900-ലെത്തി. 900 മുതൽ ഇപ്പോൾ 900-ൽ കേൾക്കുന്ന സംഗീതമല്ല നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ റാപ്പ് തരംഗമാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം റാപ്പ് മ്യൂസിക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ, ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമയിൽ പോലും റാപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ടായി. ഒരിടയ്ക്ക് അതായിരുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഒരിടയ്ക്ക് എപ്പോഴും ഒരു ക്ലാസിക് ഓറിയൻറ്റഡ്, രവീന്ദ്ര മാസ്റ്ററുടെ സമയത്തൊരു സംഗീതം, ബാബുരാജ് മാസ്റ്ററത്തെ ഒരു ടൈപ്പ്, ഓരോ ജോൺറ, രാജാ സാറ് വന്നപ്പോൾ ഒരു ജോൺറയായിരുന്നു. ഇതൊക്കെ കാലഘട്ടത്തിൽ നിന്ന് ഇതിനെല്ലാം മാറ്റിമറിച്ചിട്ട് AR റഹ്മാൻ സൗണ്ടിങ്ങിലോട്ട് മാറ്റി. നമ്മുടെയൊക്കെ കേൾവിയുടെ ക്വാളിറ്റി കൂട്ടി ഇങ്ങനെയുള്ള കുറേ കലാകാരന്മാർ വന്നപ്പോൾ. അത് മൈക്കിൾ ജാക്സൺ മുതൽ എല്ലാവർക്കും വലിയ വലിയ അങ്ങനെയുള്ള കലാകാരന്മാർക്കൊക്കെ വലുതായിട്ടുള്ള പങ്കുണ്ട്. ഓരോ തലമുറയ്ക്കും അവരുടേതായ ചേരുന്ന, എന്നാൽ പഴയത് ക്ലാസിക്സിൽ കൊണ്ടുപോകുന്ന. ഇപ്പം എനിക്കൊക്കെ ഞാൻ ഏറ്റവും അധികം കേൾക്കുന്നത് ക്ലാസിക്സാണ്. 1600-ൽ കമ്പോസ് ചെയ്തപ്പെട്ട സംഗീതമാണ് ഞാൻ എൻ്റെ ഇയർഫോണിലും എൻ്റെ മ്യൂസിക്കിൽ കിടക്കുന്നത്. കാരണം അതിൻ്റെ ഡെപ്ത് അപാരമാണ്. അന്ന് സൗണ്ടിങ്ങൊന്നും വലിയ പ്രാധാന്യമല്ല, പക്ഷേ അന്നത്തെ മ്യൂസിക്കിനൊരു പ്രത്യേക ക്യാപ്റ്റിവേറ്റിംഗ് പവർ ഉണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിനും ട്രെൻഡിനനുസരിച്ച് മ്യൂസിക് മാറും. റാപ്പ് വന്നു, അല്ലെങ്കിൽ R&B വന്നു, റോക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഞാൻ വരുന്ന സമയത്ത്, ഞാൻ സത്യം പറയുകയാണെങ്കിൽ, ഞാൻ മലയാളം ടെലിവിഷൻ, നേരത്തെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ടെലിവിഷനിൽ ആദ്യമായിട്ടൊരു ചാനലിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ മദ്രാസിൽ ഒരു 6 വർഷമായിട്ട് സുഖമായിട്ട് എൻ്റെ അന്ന് പ്രോഗ്രാംസ് ഞാൻ പോകുന്നത് കുറവാണ്. കാരണം ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസറാണ്, മ്യൂസിക് പ്രോഗ്രാമർ. അതായത് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ തന്നു കഴിഞ്ഞാൽ ആ ട്യൂണിനെ അലങ്കരിച്ച് അത് പ്രോഗ്രാം ചെയ്ത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത്, ഞാൻ ഏറ്റവും അധികം വർക്ക് ചെയ്തിട്ടുള്ള വിദ്യാസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ. അറ്റ്ലീസ്റ്റ് ഒരു 100 പാട്ടെങ്കിലും ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു 60 സിനിമയ്ക്ക് ഞാൻ പശ്ചാത്തല സംഗീതം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് സുഖമായിരുന്നു ആക്ച്വലി. കാരണം രാവിലെ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചെന്നൈയിൽ വന്ന് നിൽക്കും, ചേട്ടൻ വന്ന് നിൽക്കും. രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ ജീവിതം തുടങ്ങും. എൻ്റെ ജീവിതം 9 മണിക്ക് തുടങ്ങും. ഞാൻ കാറിൽ കയറി എന്തെങ്കിലും, കാരണം 9 മണിക്ക് ഞാൻ വണ്ടിയിൽ കയറുന്നുണ്ടെങ്കിൽ ഞാൻ എണീച്ചത് 8:45 കേട്ടോ. ജസ്റ്റ് ഒരു പല്ല് തേക്കാൻ ഉള്ളൊരു സമയം, കുളിച്ചാലായി എന്ന് പറയുന്നൊരു മൂഡും അങ്ങനെയൊക്കെയാണ്. മാക്സിമം ഒരു ടീനേജർ മാറിക്കഴിഞ്ഞ് ഒരു കലാകാരൻ, യങ് മ്യൂസിഷ്യൻ്റെ അതെന്താ വെച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം 9 മണിക്ക് എൻ്റെ വണ്ടിയിൽ കയറി 9:30 ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയാൽ 9:30 മുതൽ രാത്രി 9 മണി വരയ്ക്കും വിദ്യാസാഗറിൻ്റെ വർക്കായിരിക്കും ഞാൻ ചെയ്യാം. അത് മൊത്തം ഞാൻ വർക്കും, അതിനിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്കുകൾ, ഊണ് കഴിക്കുന്ന സമയം, ചായ കുടിക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ അവിടെ 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഇരിക്കുന്ന സെറ്റപ്പ് വിദ്യാസാഗർ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം അയാൾക്കറിയാം ഞാനിത് എടുത്താൽ വേറെ മ്യൂസിക് ഡയറക്ടർക്ക് പോയി വർക്ക് ചെയ്യും. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതേപോലത്തെ വേറൊരു കോപ്പി കുറേ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. രാത്രി ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത മ്യൂസിക് ഡയറക്ടർമാരെ പാട്ട് എനിക്ക് അയച്ചു തരും. അത് രാത്രി ഇരുന്ന് എപ്പോൾ പുലർച്ചെ ഒരു 5 മണി 6 മണി വരെ വർക്ക് ചെയ്യും. 5 മണിക്ക് വരെ 5:30 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഔട്ടാവും. പിന്നെ കിടന്നുറങ്ങുക, 8:30 ആകുമ്പോൾ എണീക്കുക, അടുത്ത ജീവിതം. ഇങ്ങനെ ഞാൻ ആക്ച്വലി, കാരണം എൻ്റെ ഉറക്കം ഇല്ലാതെ നാൾ തുടങ്ങിയത് ഞാൻ എൻ്റെ പിയാനോ ജീവിതം പഠിക്കാൻ തൃശ്ശൂർ ചേതനയിൽ. അന്നാണ് നമ്മുടെ ഒരു സ്ട്രഗിൾ ടൈം എന്ന് പറയില്ല, ആ സ്ട്രഗിൾ ടൈം ആയിരുന്നു. ഇപ്പോഴൊക്കെ നിങ്ങളിപ്പോൾ എന്നെങ്കിലും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ വേഷമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാമറിൽ വന്ന് ഇരിക്കണതോ അല്ലെ, ഇതൊന്നുമല്ല. എനിക്കൊരു ഹാർഡ് ടൈം ഉണ്ടായിരുന്നു, ഒരു സ്ട്രഗിൾ ടൈം ഉണ്ടായിരുന്നു. അന്ന് വലിയ വീട്ടിൽ പൈസയൊക്കെ ഉണ്ട്, എന്നാൽ പോലും നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ചിലവെന്നുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം. പക്ഷേ എങ്ങനെയെങ്കിലും സംഗീതം വെച്ചിട്ട് രക്ഷപ്പെടണം. കാരണം ഞാനൊരു സംഗീത കുടുംബത്തിൽ നിന്നല്ല. എൻ്റെ ചേട്ടൻ, ഞങ്ങളൊക്കെ മ്യൂസിക് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിലും പ്രൊഫഷണൽ സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ കുറേ ഹാർഡ് വർക്ക്. അതിന് പിന്നെ ഞാൻ വേറൊരു എപ്പിസോഡിൽ ഞാൻ കഥകളൊക്കെ പറഞ്ഞുതരാം. എനിക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് ടെലിവിഷൻ ഇതെന്ന് എന്നെ അൽഫോൺസ് ഏട്ടനും ബാലഭാസ്കറും കൂടെ അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ദീപക് ഏട്ടനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഈ ടെലിവിഷൻ സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് പേയ്മെൻറ്റ് കുറവായിരുന്നു. എനിക്ക് മദ്രാസിൽ നല്ല സുഖമായിരുന്നു, നല്ല പേയ്മെൻറ്റും
അവന് ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമുക്ക് നല്ല സുഖജീവിതം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ടെലിവിഷൻ ഇങ്ങനെ അന്ന് തുടങ്ങുകയാണ്. അന്ന് റിയാലിറ്റി ഷോ തുടങ്ങുന്നു. നിങ്ങൾ അന്നത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം, ഭയങ്കര പ്രഗത്ഭരായ ഇപ്പോഴത്തെ പാട്ടുകാർ ടെലിവിഷൻ ഷോ വഴി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല കലാകാരന്മാർ, ജോബ് കുര്യനാണെച്ചാലും അന്ന് ജോബിൻ്റെ ആ ഷോയ്ക്കാണ് ഞാൻ വന്നത്. അങ്ങനെ തുടങ്ങി ടെലിവിഷൻ മാറി. ഞാൻ ഏറ്റവും അധികം അവിടെ നിന്ന് അട്രാക്റ്റഡ് ആയത് ടെലിവിഷൻ അപ്പുറമായിട്ട് അന്ന് ബാലഭാസ്കർ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലഭാസ്കർ വൺ ഓഫ് ദ നോട്ടഡ് മ്യൂസിഷ്യനാണ് കേരളത്തിൽ, ഇന്ത്യയിലും. ഞാൻ അവൻ്റെ മ്യൂസിക്, അവനെന്ന് പറയാൻ എൻ്റെ ഒരു 3 വയസ്സ് പ്രായമുണ്ടെങ്കിൽ ഞങ്ങൾ ഡാപ്പോടാന്നുള്ള ബന്ധമാണ്. ബാലഭാസ്കറിൻ്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ മെലഡിയും അവനാണ് ശരിക്കും ഒരു കൾച്ചർ കൊടുക്കുന്നത്. ഏത് നേരത്തെ പറഞ്ഞ വരികളുണ്ടെങ്കിലും അതിന്ന് മാറി ഇൻസ്ട്രുമെൻറ്റിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അത് വയലിൻ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വയലിൻ ബാലഭാസ്കറാണ്. അപ്പോൾ എനിക്ക് അതിനോടൊരു ഫാസിനേഷൻ. എന്നാൽ ഞാനിങ്ങനെ കീബോർഡിൽ സോളോ ഒക്കെ വായിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അറിയപ്പെടാനൊരു മാർഗ്ഗമില്ല. കാരണം എന്നെ ആർക്കും അറിയില്ല. എന്നെ എങ്ങനെയാണ് എൻ്റെ മ്യൂസിക് കൊണ്ടുപോവുക, ആരെന്നെ സഹായിക്കും എന്നൊരു സംഭവം. ഞാൻ പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് ജീവിച്ച ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചൊരു കലാകാരനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ചെന്നൈ പോയപ്പോഴാണ് എനിക്ക് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എനിക്ക് സെറ്റായതും. എന്നാൽ എന്നെ അറിയപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കുടുംബത്തിനെ നോക്കാനും എല്ലാവരും ഞാൻ അന്ന് മാക്സിമം എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഫിനാൻഷ്യലി ഞാൻ സപ്പോർട്ട് ചെയ്യും. സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കുടുംബമാണെങ്കിലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് വെച്ചൊന്ന് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം. ബാലഭാസ്കർ കണ്ടപ്പോൾ അവൻ്റെ ടെക്നോളജി എനിക്ക് മനസ്സിലായി. അവനൊരു നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. എന്നെ ഇഷ്ടമായി, എനിക്കും അവനെ ഇഷ്ടമായി. ഞങ്ങൾ ഒരുമിച്ച് പതുക്കെ പ്രോഗ്രാംസൊക്കെ അദ്ദേഹം കൂടാൻ കൊണ്ടേ. അങ്ങനെയാണ് അന്നാ സമയത്ത് എനിക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, സാക്ഷാൽ ശിവമണി എന്നെ വിളിച്ചു. അപ്പോൾ ശിവമണിയുടെ കൂടെയും പോയി. ഞാൻ നിർത്താം. അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിർത്താൻ വേണ്ടി പറഞ്ഞു. അല്ല അവരെന്തോ പറഞ്ഞു. നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം, നോ ഇഷ്യൂസ്. ചോദ്യങ്ങളാണ്. Hello, Stephen. Really delighted to hear your music as well as your talk. അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യാൻ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, ഈ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക് ലണ്ടൻ, അപ്പം നമുക്കറിയാം ഇളയരാജ സാറ്, റഹ്മാൻ സാർ അവരൊക്കെ പഠിച്ച സ്ഥലത്ത് സ്റ്റീഫൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പത്രത്തിൽ കണ്ടവർ ഇതാണ് ലൈക്ക് ഏഷ്യൻ റെക്കോർഡ് ഹോൾഡറാണ് ഇൻ ടേംസ് ഓഫ് അക്കാഡമിക്സ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതാദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കൂടെ ഞാൻ ചോദിക്കാം. രണ്ടാമത്തെ ഈ പറഞ്ഞ അതും പത്രത്തിൽ കണ്ട ഒരു ന്യൂസ് ആയിരുന്നു പണ്ട്, ലൈക്ക് ഫാസ്റ്റസ്റ്റ് കീബോർഡ് പ്ലെയർ ഇൻ ദി വേൾഡ്. അപ്പോൾ അത് സ്റ്റീഫൻ്റെ പേര് അവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനി സിംഗർ അദ്നാൻ സാമിയും ഫാസ്റ്റസ്റ്റ് കീബോർഡ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ ആരാണ് ശരിക്കും ഫാസ്റ്റസ്റ്റ് എന്നൊരു കുസൃതി ചോദ്യം. അത്രേ ഉള്ളൂ. ഞാൻ ഫാസ്റ്റസ്റ്റ് അല്ല, ഞാൻ വായിക്കുന്നു എന്നുള്ളൂ. ഫാസ്റ്റസ്റ്റ് പല ആൾക്കാരുണ്ട്. ഈ അദ്നാൻ സ്വാമി ഗംഭീരമായിട്ടൊരു കലാകാരനാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന സെയിം ടെക്നോളജിയാണ്, പെർക്കസീവ് ടെക്നോളജിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ടക്ക് 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 ഇങ്ങനെ ഈ സാധനമില്ലേ, അതാണ്. അത് വായിക്കുമ്പോഴാണ് അത് കാഴ്ചയിലുണ്ട് കേൾക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇങ്ങനെ കൈ കിടന്ന് ഇങ്ങനെ ട്രംളോ മാതിരി വിറയ്ക്കുന്ന ഒരു സാധനം. ഇതൊക്കെ കാണുമ്പോൾ അതൊരു ഫാസിനേഷനാണ്. ആക്ച്വലി ഇറ്റ്സ് എ വിഷ്വൽ അപ്പീലാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഫാസ്റ്റായി വായിക്കുന്നവരുണ്ട്. ട്രിനിറ്റി കോളേജിൽ അതായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക് ലണ്ടനിൽ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ എക്സാമിനേഷൻ നടന്നത്. 8th ഗ്രേഡ് ഞാൻ പാസ്സായത് 93 മാർക്കിൽ. ആ മാർക്ക് ഏഷ്യയിലെ ഹയസ്റ്റ് ഞാനായിരുന്നു. ദൈവാനുഗ്രഹം. പിന്നെ അതിനെക്കാട്ടിലും മാർക്ക് കൂടിയ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വർഷം എനിക്കായിരുന്നു ഹയസ്റ്റ് മാർക്ക് ഉണ്ടായിരുന്നത്. Hi sir, my name is Sarah. So actually ഞാൻ ഫാനാണ്, പക്ഷേ എന്നെക്കാളും വലിയൊരു ഫാനുണ്ട്. ഹിസ് നെയിം ഇസ് അരുൺ. So he told ഒരു ഹായ് പറയാൻ. ഹായ് അരുൺ. ഹായ്. Okay. So sir, he was very curious to know if you're starting an academy in UAE. We are all settled there. അപ്പം അത് അറിയാനായിരുന്നു. UAE വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഡൽഹി പബ്ലിക് സ്കൂൾ DPS മൊണാർക്ക് എന്ന് പറഞ്ഞ സ്കൂള് എന്നെ അവിടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനം നടത്താമെന്ന്. അപ്പോൾ ഡൽഹി പബ്ലിക് സ്കൂളാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ മ്യൂസിക് ജസ്റ്റ് പോയി അവരെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദുബായിൽ വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. Oh yeah, sure. Thank you. കഴിഞ്ഞോ?
ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, മുന്നോട്ട് പറയാം. ഞാനത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പറയട്ടെ മാം, ഒരു മിനിറ്റ്. ഞാൻ പഠിച്ചു വന്ന സാഹചര്യം ഒരു മ്യൂസിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യമില്ല. നമ്മളൊക്കെ സർവൈവലിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവിച്ച കലാകാരനാണ് ഞാൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇന്ന് സോഷ്യൽ മീഡിയ മാതിരി നമുക്കൊരു മീഡിയ ഒന്നുമില്ല. ടെലിവിഷനിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഭാഗ്യമായി കരുതുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചത്. അപ്പം ഞാൻ ജീവിച്ചൊരു ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോഴും കഴിവുള്ളവരുണ്ട്. ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും കഴിവുള്ളവരെ ഞാൻ കാണുള്ളൂ. എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷേ സ്കില്ല് കുറവാണ്. നമ്മുടെ കഴിവ് ഇത്രയാണെച്ചാൽ നമ്മുടെ സ്കില്ല് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത്. ഈ പഠിക്കുമ്പോൾ എന്താണ്ടാവണ്, ഈ സ്കില്ല് ഇങ്ങനെ കൂടും. ഈ കൂടിയിട്ട് ഈ കഴിവിന് ഉപരിയായിട്ട് സ്കില്ല് വളരുകയാണെങ്കിലും ഇതിനോടൊപ്പം നിൽക്കണം. വളരുകയാണെങ്കിൽ ഗംഭീരം. ഗ്രേറ്റ് മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് സ്കില്ലാണ് ആക്ച്വലി. കഴിവ് എല്ലാവർക്കും ഉണ്ട്. താങ്കൾക്കും കഴിവുണ്ട് സർ. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചായിരുന്നെങ്കിൽ ആ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠനം ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി പഠനം വേണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മസിൽ മെമ്മറി. ഞാനന്ന് വൈകുന്നേരം അതിൻ്റെ ചെറിയ ഡെമോ കാണിച്ചു തരാം. മസിൽ മെമ്മറി എന്ന് പറയും. ഇപ്പം ഞാനിപ്പോൾ ഈ മൈക്ക് എടുക്കുന്നത് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആ ചേച്ചി വീശുന്നതൊക്കെ മസിൽ മെമ്മറി. നമ്മുടെ കയ്യിനറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അല്ലേ? അതിന് മസിൽ മെമ്മറി എന്ന് പറയാം. അപ്പോൾ പിയാനോയ്ക്കും ഏത് ഇൻസ്ട്രുമെൻറ്റിനും മസിൽ മെമ്മറി ഉണ്ട്. സോ പ്രാക്ടീസ് എവറി ഡേ, യു വിൽ ബിക്കം എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. എന്നെക്കാട്ടിലും വലിയ ആളായിക്കോളും.